ഹലോ മക്കളെ, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനിമൽ കിങ്ഡം ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് ഏതൊക്കെ എന്നതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരുപാട് ഫിഗേഴ്സ് കണ്ട് നമുക്ക് മൊത്തം കിളി പാറുന്ന ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ വേണ്ട, ഞാൻ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് നോക്കി വെക്കുക. ഇതിൽ കൂടാതെ കുറച്ചുകൂടി 2-3 ഫിഗേഴ്സ് കൂടി ഉണ്ട് എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ളത്. അത് നമുക്ക് ഇന്ന് സൂപ്പർ 60 ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും സൂപ്പർ 60 ലൈവ് കാണാനായിട്ട് എത്തുക. അതിനു മുന്നേ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിഗേഴ്സ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് ഫിഗർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, സിമെട്രിയെ ബേസ് ചെയ്തിട്ടുള്ള ഫിഗർ. അതിൽ ആദ്യം തന്നിരിക്കുന്ന ഫിഗർ എന്താ? ഈ ഫിഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ റേഡിയൽ സിമെട്രി ആണ്. നോക്കി, തലങ്ങും വിലങ്ങും ഒക്കെ റേഡിയലി പോകുന്നതല്ലേ. സോ ദാറ്റ് ഈസ് റേഡിയൽ സിമെട്രി ആണ് അത് കാണിച്ചിരിക്കുന്നത്. എന്നാൽ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത് നമ്മളെ പോലുള്ളത് അല്ലെ, ഒരു ജീവി 2 ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ബൈലാറ്ററൽ സിമെട്രി ആണ്. സോ മുകളിലുള്ളത് യെസ് നമ്മുടെ റേഡിയൽ സിമെട്രി, താഴെയുള്ളത് ബൈലാറ്ററൽ സിമെട്രി. ഓക്കെ, മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ജീവി കൂടി ഉണ്ടല്ലോ, ഒരു ഫൈലം. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ, അസിമെട്രി കാണിക്കുന്ന ഫൈലം ഏതാണ് എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കുക കേട്ടോ. യെസ്, അടുത്ത ഇമ്പോർട്ടന്റ് ഫിഗർ യെസ് ഓഫ് കോഴ്സ് നമ്മുടെ ഡിപ്ലോബ്ലാസ്റ്റിക് ട്രിപ്ലോബ്ലാസ്റ്റിയുടെ ഫിഗർ ആണ്. 2 ജേം ലെയേഴ്സ്, എക്ടോഡേമും എൻഡോഡേമും മാത്രമുള്ളതാണ്. ഈ 2 മാത്രം ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. അതേസമയം 3 ജേം ലെയേഴ്സ്, അതായത് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം, ഈ 3 ജേം ലെയേഴ്സും ഉള്ളതിനെ നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. സോ ഇത് ഡിപ്ലോബ്ലാസ്റ്റ്, ഇത് ട്രിപ്ലോബ്ലാസ്റ്റ്, മറക്കരുത്. ഈ പറയുന്ന ഡിപ്ലോബ്ലാസ്റ്റിന്റെ നടുക്കുള്ള ലെയറിന്റെ പേരെന്താ? മീസോഗ്ലിയ എന്നാണ്. മീസോഗ്ലിയ, അത് മീസോഡേം അല്ല, മീസോഗ്ലിയയാണ് കേട്ടോ. അപ്പോ 2 ലെയേഴ്സ്, ഇടയ്ക്ക് ഇതാ കണ്ടോ ചുവന്ന പരവതാനി വിരിച്ചതുപോലെ കിടക്കുന്നത്, അതാണ് എന്ന് പറയുന്നത് ഡിപ്ലോബ്ലാസ്റ്റി. 3 ലെയേഴ്സും ഇതുപോലെ നല്ല ഫിഗർ ആയിട്ട് നല്ല അത്തപ്പൂട്ടിരിക്കുന്നത് പോലെ കിടക്കുന്നതാണ് ട്രിപ്ലോബ്ലാസ്റ്റി എന്ന് പറയുന്നത്. സോ ഫിഗർ മറക്കരുത്, ഡിപ്ലോബ്ലാസ്റ്റിയുടെയും ട്രിപ്ലോബ്ലാസ്റ്റിയുടെയും ഫിഗർ. അടുത്ത ഇമ്പോർട്ടന്റ് ഫിഗർ ഓഫ് കോഴ്സ് സീലോം ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ജീവികൾക്കാണ് സീലോം വരുന്നത്. അപ്പോ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന മീസോഡേമിന്റെ 2 സൈഡിലായിട്ട് വരുന്ന ഈ ക്യാവിറ്റി, മീസോഡേമിന്റെ നടുക്കായിട്ട് വരുന്ന ക്യാവിറ്റി, ബോഡി ക്യാവിറ്റി, അതിനെയാണ് നമ്മൾ സീലോം എന്നും അതുള്ള ജീവികളെയാണ് സീലോമേറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് സീലോമേറ്റ്സിന്റെ ഫിഗർ. പക്ഷെ ഇത് നോക്കിക്കേ, ഇവിടെ അങ്ങനെ ഒരു ക്യാവിറ്റിയെ കാണുന്നില്ല. അതാണ് എസിലോമേറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ട ഉഴുന്നുവട പോലെ കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ, അതാണ് ഏതെന്ന് പറയുന്നത്? സ്യൂഡോ സീലോമേറ്റ്സ്, കള്ള സീലോം എന്ന് പറയുന്നത്. ഓക്കെ, അഷൽമിന്തിസിനാണ് സ്യൂഡോ സീലോം എന്നുള്ള കാര്യം മറക്കരുതേ. അപ്പൊ ഇതാണ് സീലോമേറ്റ്സ്, ഇതാണ് എസിലോമേറ്റ്സ്, ആൻഡ് ലാസ്റ്റ് വൺ പൗച്ചസ് ലൈക്ക് കിടക്കുന്ന അതാണ് എന്ന് പറയുന്നത്, വട്ടം വട്ടം കിടക്കുന്നുണ്ടല്ലേ, അതാണ് സ്യൂഡോ സീലോമേറ്റ്സ്. ഓക്കെ, സ്യൂഡോ സീലോമേറ്റ്സ്. ഡൺ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഈ ഫിഗർ ആണ് അടുത്ത ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഫിഗർ നമ്മുടെ സീലൻട്രേറ്റയുടെ 2 ടൈപ്പ് ബോഡി ഫോംസ് ആണ്. ഓക്കെ, ഒന്നാമത്തേത് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? മെഡൂസ. ഓക്കെ, മെഡൂസ, അംബ്രല്ല പോലെ ഇരിക്കുന്ന മെഡൂസ ഫോമും. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്ന? പോളിപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് പോളിപ്പ് ഫോം. ഇതാണ് മെഡൂസ, ദിസ് ഈസ് ദി പോളിപ്പ്. ഓക്കെ, മെഡൂസ കാണിക്കുന്ന എക്സാമ്പിൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറീലിയ അഥവാ ജെല്ലി ഫിഷ്. ഒറീലിയ എന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ ജെല്ലി ഫിഷ് എന്നെങ്കിലും ഓർത്തിരിക്കണേ. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ഇതാണ് പോളിഫോം. അതിന് എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് സി അനിമോൺ എഴുതാം, അല്ലെങ്കിൽ ഹൈഡ്ര എഴുതാം. ഓക്കെ, സി അനിമോണിനെ തന്നെയാണ് അഡാംസിയ എന്ന് വിളിക്കുന്നത്. അഡാംസിയ അഥവാ സി അനിമോൺ ആണ് പോളിപ്പ് ഫോമിന് എക്സാമ്പിൾ. അപ്പൊ ഇത് മെഡൂസ കണ്ടോ, മെഡൂസ കണ്ട എം പോലെ ഇരിക്കുന്നത്. സോ ഇറ്റ് ഈസ് മെഡൂസ. ഓക്കെ, മെഡൂസ. ഇതോ, ഇത് പി പോലെ ഇരിക്കുന്നത്, പി, പോളിപ്പ്. ഓക്കെ, ദിസ് ഈസ് പോളിപ്പ്. ഓക്കെ, സോ ഇത് എം പോലെ ഇരിക്കുന്നത് മെഡൂസ, പി പോലെ ഇരിക്കുന്നത് പോളിപ്പ്. മറക്കരുത്, ഇത് മെഡൂസ, ഇത് പോളിപ്പ്. തെറ്റൂലല്ലോ, തിരിഞ്ഞു പോവില്ലല്ലോ. യെസ്, വെരി ഗുഡ്. എങ്കിൽ നമ്മൾ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീലൻട്രേറ്റയുടെ തന്നെ മറ്റൊരു പേരാണ് ടീനോഫോറ അല്ലെ. അതിന് ആ പേര് കിട്ടാൻ, നിഡേറിയൻസ് അല്ലെ. അപ്പൊ നിഡേറിയ എന്നൊരു പേര് അവർക്ക് കിട്ടാനുള്ള കാരണം തന്നെ ഈ പറയുന്ന സെല്ലുകളുടെ പ്രസൻസ് ആണ്. സീലൻട്രേറ്റയെ നമ്മൾ നിഡേറിയൻസ് എന്ന് വിളിക്കാനുള്ള ഒരു പ്രധാന കാരണം ഈ സെല്ലാണ്. സെല്ലിന്റെ പേരാണ് നിഡോബ്ലാസ്റ്റ് സെൽസ് അഥവാ നിഡോസൈറ്റ്സ്. ഈ നിഡോബ്ലാസ്റ്റ് സെല്ലിന്റെ ഈ സ്ട്രക്ചർ തന്നിട്ട് ഇത് ഏത് സെല്ലാണെന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്തോ എഴുതും? നിഡോബ്ലാസ്റ്റ് സെൽ എന്ന് പറയും. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പൊ നമ്മൾ എന്തോ പറയും? ക്യാപ്ചറിങ് ദി പ്രേ, ദെൻ ആങ്കറേജിന് ഉപയോഗിക്കുന്നു, ഡിഫൻസിന് ഉപയോഗിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾക്കാണ് ആക്ച്വലി ഈ നിഡോബ്ലാസ്റ്റ് സെല്ലുകൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ലോക്കോമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല, അതാരും എഴുതി വെക്കരുത്. ലോക്കോമോഷൻ ഇല്ല, പകരം ഏതൊക്കെയാണ്? ക്യാപ്ചറിങ് ദി പ്രേ, ഡിഫൻസ് ആൻഡ് ആങ്കറേജ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും നിഡോബ്ലാസ്റ്റ് സെല്ലുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിഡോബ്ലാസ്റ്റ് സെല്ലുകൾ കാണപ്പെടുന്ന ഏത് ഫൈലം എന്ന് ചോദിക്കും? സീലൻട്രേറ്റ അഥവാ നിഡേറിയ എന്ന് എഴുതുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഫിഗർ. ഇനി നമ്മൾ കടക്കാൻ പോകുന്നതാണ് നമ്മുടെ കോഡേറ്റയുടെ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചുള്ള ചോദ്യം കൂടിയാണ് കോഡേറ്റ ക്യാരക്ടേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഈ ഫിഗറിന്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഏറ്റവും മുകളിൽ കാണുന്ന ഇതാണ് നെർവ് കോഡ് എന്ന് പറയുന്നത്, ഡോർസൽ ഹോളോ നെർവ് കോഡ്. അതിന്റെ തൊട്ട് താഴെ രണ്ടാമതാണ് ഏത് കാണപ്പെടുന്നത്, നോട്ടോ കോഡ്. ഓക്കെ, ഇത് നെർവ് കോഡ്, ഇത് നോട്ടോ കോഡ്, മറക്കരുത്. നെർവ് കോഡാണ് ആദ്യം ഇരിക്കുന്നത്, നോട്ടോ കോഡ് അതിന്റെ താഴെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ അറകൾ പോലെ ഇരിക്കുന്നത് കണ്ടോ, കുറെ കുഞ്ഞു 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 അറകൾ, ഇതാണ് ഗിൽ സ്ലിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കുഞ്ഞു അറകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗിൽ സ്ലിറ്റ്സ് എന്ന് വിളിക്കുന്നത്, ഗിൽ സ്ലിറ്റ്സ്. ഇത് നമ്മുടെ വാല് അല്ലെ, വാലറ്റത്തുള്ളത് വാലായിരിക്കുമല്ലോ, അതേതാ, പോസ്റ്റ് ഏനൽ ടെയിൽ. ഓക്കെ, നെർവ് കോഡ് മുകളിൽ, നോട്ടോ കോഡ് താഴെ, ദെൻ സൈഡിലുള്ളതാ ഗിൽ സ്ലിറ്റ്സും പോസ്റ്റ് ഏനൽ ടെയിലും. ഇതാണ് കോഡേറ്റ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോഡേറ്റ ക്യാരക്ടേഴ്സും അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. യെസ്, ഇനി ഇത്രയും ഫിഗേഴ്സ് കൂടാതെ ചില എക്സാമ്പിൾ ഫിഗേഴ്സ് കൂടി, പിന്നെ കുറച്ച് ഫ്ലോ ചാർട്ട്, പിന്നെ കുറച്ച് ഡിഫറൻസ്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സൂപ്പർ 60 ഡിസ്കസ് ചെയ്യും. അപ്പോൾ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കൂ. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഐ എം ഡോക്ടർ മനു. ബൈ ഫോർ നൗ.